ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഒരു യുണീക്ക് കോമ്പിനേഷൻ കാബേജ് ബീട്രൂട്ട് ഓണിയൻ തോരൻ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ഇതിനായി എടുത്തിരിക്കുന്നത് ഒരു കാബേജിൻ്റെ പകുതി, ഒരു ബീട്രൂട്ട്, ഒരു ഉള്ളി, കുറച്ച് മല്ലിച്ചപ്പ്, 3 വറ്റൽമുളക്, 3 വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂണ് കടുക്, 1/2 സ്പൂണ് ജീരകം. സ്പൈസസിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി 1/2 സ്പൂൺ വീതം, പിന്നെ തേങ്ങ ചിരകിയത്. ഇനി കാബേജ്, ബീട്രൂട്ട്, ഓണിയൻ എന്നിവ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കാം. മല്ലിച്ചപ്പും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ആ ചോപ്പ് ചെയ്ത കാബേജ് എടുക്കാം. അതിലേക്ക് ബീട്രൂട്ട് ചേർക്കാം. അതിന് ശേഷം ആ സ്പൈസസ് എല്ലാം ഒന്നായിട്ട് അതിനോട് ചേർക്കാം. പിന്നെ എടുത്തു വച്ചിരിക്കുന്ന ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് അവയെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ അതിനോടുകൂടി 1-2 കറിവേപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ആ വെളുത്തുള്ളി അതിനോട് ചേർത്തു. എന്നിട്ട് നല്ലവണ്ണം ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി ഒരു കുക്കിംഗ് പാനിൽ കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിക്കാം. 1 സ്പൂണ് ഓയിൽ മതി. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആ എടുത്തിരിക്കുന്ന കടുക് അതിനോട് ചേർക്കാം. ആ വറ്റൽമുളകും അതിനോട് ചേർക്കാം. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി അതിനോടുകൂടി ആ എടുത്തു വച്ചിരിക്കുന്ന ജീരകം ചേർക്കാം. ജീരകം കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഉള്ളി അതിനോട് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. അതൊക്കെ ഒന്ന് കളറ് മാറി വരുമ്പോൾ മാത്രമേ നമ്മളിനി ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാബേജ്, ബീട്രൂട്ട് അതിനോട് ചേർക്കാവൂ. അതൊക്കെ ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാബേജ്, ബീട്രൂട്ട് അതിലേക്ക് മാറ്റാം. ഇനിയെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഒരു 15 മിനിറ്റ് നേരം അവയൊന്ന് മൂടി വെക്കാം.
ഇടയ്ക്കിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏകദേശം നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ തോരൻ റെഡി. ഇനി തേങ്ങയും മല്ലിച്ചപ്പും ചേർത്തിട്ട് അതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു സൂൺ.